ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെന്ന് കൊല്ലം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം. വേലി തന്നെ വിളവ് തിന്നെന്നും നിരീക്ഷണമുണ്ട്. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലാണ് വിജിലൻസ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. അതേസമയം മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലാണ് വിജിലൻസ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ. സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിന് വ്യക്തമായ പങ്കുള്ളതായി കോടതി നിരീക്ഷിച്ചു. വേലി തന്നെ വിളവ് തിന്നു എന്നാണ് പത്മകുമാറിന്റെ പങ്കിനെ കോടതി വിലയിരുത്തിയത്. ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് തന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണെന്നും കോടതി പറയുന്നു. ഗുരുതരമായ വീഴ്ച പത്മകുമാറിന് സംഭവിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത സൗഹൃദമാണ്. 2018 മുതൽ ഇവർ തമ്മിൽ പരിചയമുണ്ടെന്നും കോടതി കണ്ടെത്തി. പത്മകുമാറും പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായ സംശയങ്ങളുമുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പത്മകുമാറിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഗുരുതര കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. തിരുവനന്തപുരം ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസറാണ് ചോദ്യം ചെയ്യൽ. കോടതി ജയശ്രീക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ SITക്ക് മുന്നിൽ ഹാജരാവുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.